ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഡയറക്ഷൻ കൺട്രോൾ വാൾവ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ ഒരു സ്ലൈഡ് കാണിച്ച് ഞാൻ അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഡയറക്ഷൻ കൺട്രോൾ വാൾവിൻ്റെ ജനറൽ വർക്കിംഗ് എന്ന് പറഞ്ഞ് ഈ ഒരു ഫിഗർ കാണിച്ച് ഞാൻ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മ കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സംഭവം ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യേണ്ട സമയത്ത് പിയും എയും തമ്മിൽ കണക്ഷൻ വേണം, ബിയും ടിയും തമ്മിൽ കണക്ഷൻ വേണം. പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യേണ്ട സമയത്ത് പിയും ബിയും തമ്മിലാണ് കണക്ഷൻ വേണ്ടത്. അതുപോലെ തന്നെ എയും ടിയും തമ്മിൽ കണക്ഷൻ വേണം. അപ്പോൾ ഇങ്ങനെ 4 പാത്തുണ്ട്. ആ 4 പാത്തും അച്ചീവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൾവ് ഉപയോഗിച്ചാണ്. ഈ എക്സ്പ്ലെയിൻ ചെയ്ത ഡയറക്ഷൻ കൺട്രോൾ വാൾവാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ വാൾവിനെ സ്പൂൾ വാൾവ് എന്നാണ് പറയുന്നത്. ഈ സ്പൂൾ വാൾവ് എന്നാണ് ഈ വാൾവിനെ പറയുന്നത്. നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത വാൾവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പൂൾ വാൾവാണ്. ഡയറക്ഷൻ കൺട്രോൾ വാൾവിൻ്റെ ജനറൽ എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ആക്ച്വലി സ്പൂൾ വാൾവിൻ്റെ വർക്കിംഗ് ആണ്. സെയിം വർക്കിംഗ് തന്നെയാണ്, ഇതിൻ്റെ വർക്കിംഗ് തന്നെയാണ് ഈ സ്പൂൾ വാൾവിൻ്റെ വർക്കിംഗ്. ഇവിടെ സ്പൂൾ വാൾവിൻ്റെ 2 പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടും സെയിം ആണ്. 2 പൊസിഷനാണ് ഈ 2 ഫിഗറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു സിലിണ്ടറിക്കൽ കേസിംഗ് ആണ്. അതായത് അകത്ത് സിലിണ്ടറിക്കൽ ഹോൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് സർക്കുലർ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ റോഡ് ഇതിൻ്റെ അകത്തുണ്ട്. ആ റോഡിൽ ഇങ്ങനെ ഡിസ്ക് ഷേപ്പിലുള്ള ലോബ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അത് അധികം ശ്രദ്ധിക്കേണ്ട, നോക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്പൂളാണ്. സ്പൂളിൽ ഈ കാണിച്ചിരുന്ന ഡിസ്ക് ഷേപ്പിലുള്ള പോർഷൻസ് ഉണ്ട്. അതിനെ ലോബ് എന്നാണ് പറയുന്നത്. ഈ ലോബ് ഉപയോഗിച്ചാണ് അതിലുള്ള പോർട്ടുകളെ കവർ ചെയ്യുകയും അൺകവർ ചെയ്യുകയും അതായത് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയൊക്കെ ഉപയോഗിക്കുന്നത് ഈ ലോബ് എന്ന് പറയുന്ന ആ ഡിസ്ക് ഷേപ്പിലുള്ള ആ ഒരു കമ്പോണൻ്റ് ഉപയോഗിച്ചാണ്. ഇവിടെ കണ്ടതുപോലെ പി എന്നും എ എന്നും ടി എന്നും ബി എന്നും ഒക്കെയുള്ള പോർട്ടുകൾ ആക്ച്വലി ഇവിടെയുണ്ട്. ഇവിടെ ഈ ഒരു പോർട്ടിനെ പി എന്ന് പറയും, ഇത് എ എന്ന് പറയും, ഇതിനെ ബി എന്ന് പറയും, ഇതിന് ടി എന്ന് പറയും. ടി മാത്രം 2 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ആ പോർട്ടിനെല്ലാം ഓരോ സ്പെസിഫിക് ആയിട്ട് ആൽഫബറ്റ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കാണിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് പൊസിഷൻ, അതായത് ഈ സ്പൂൾ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻ്റ് ലെഫ്റ്റ് എൻഡിൽ നിൽക്കുകയാണ്. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ലെഫ്റ്റ് എൻഡിൽ വന്ന് ടച്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഇതെന്ന് പറയുന്ന റൈറ്റ് പൊസിഷനാണ്. അതായത് സ്പൂൾ എന്ന ഡിവൈസ് റൈറ്റ് എൻഡിലോട്ട് വന്ന് ടച്ച് ചെയ്യുന്നപ്പോണ്ട്. അതായത് ഇവിടെ ടച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നതാണ്, അത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും അത് വന്ന് ടച്ച് ചെയ്യുന്നപ്പോണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ ടൈമിൽ ഇവിടെ കുറച്ച് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഫിഗറിൽ ആ ക്ലിയറൻസ് ഇല്ല. അതായത് ഇതെന്ന് പറയുന്നത് ഈ സ്പൂൾ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് എൻഡിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ലെഫ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ. ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ആ സ്പൂൾ എന്ന് പറയുന്ന കമ്പോണൻ്റ് റൈറ്റ് എൻഡിൽ വന്ന് നിൽപ്പുണ്ട്, റൈറ്റ് എൻഡിൽ വന്ന് ടച്ച് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് സംഭവം എന്തെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എ എന്ന് പറയുന്ന പോർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു സ്പൂൾ വന്ന് നിന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് വന്ന് നിന്നിട്ടുള്ളത്. ഈ സ്പൂള് റൈറ്റിലോട്ട് നീങ്ങുമ്പോൾ ഈ ഡിസ്ക് എന്ന് പറയുന്ന ഈ പാർട്ട് വന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് എത്തും. ഇതിവിടെ മൂവ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് എത്തും. അതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ ഇവിടെയായിരുന്നു പ്ലേസ് ചെയ്യുന്നത്, അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പൂളിൻ്റെ ഈ ഒരു ലോബിൻ്റെ പൊസിഷൻ നോക്കുക. ഇത് ബി എന്ന് പറയുന്ന പോർട്ടിൻ്റെ ഈ തുടക്കത്തിൽ ഈ ലെഫ്റ്റ് എൻഡിൽ വന്ന് ബി എന്ന പോർട്ടിൻ്റെ ലെഫ്റ്റ് എൻഡിൽ വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും അത് നീങ്ങി ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് നിൽക്കും. ഈ പോർട്ടിൻ്റെ ഈ ബി എന്ന് പറയുന്ന പോർട്ടിൻ്റെ റൈറ്റ് എൻഡിലോട്ട് വന്ന് നിൽപ്പുണ്ട്. ഇവിടെ ഈ ഡിസ്ക് ഇപ്പുറത്തോട്ട് നീങ്ങിയപ്പോഴേക്കും ബി എന്ന പോർട്ടിൻ്റെ റൈറ്റ് എൻഡിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെയാണ് ആ പൊസിഷൻ അത് ചേഞ്ച് ചെയ്യുന്നത്. ഈ സ്പൂൾ എന്ന് പറയുന്ന ആ കമ്പോണൻ്റ് നീങ്ങിയാണ് ഈ ഓരോ പോർട്ടിൻ്റെ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും തമ്മിലുള്ള ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ഒക്കെ ചെയ്യുന്നത് ഈ ലോബ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻ്റ് മൂവ് ചെയ്താണ്. അതൊന്നീ ലെഫ്റ്റ് എൻഡിലായിരിക്കും അല്ലെങ്കിൽ റൈറ്റ് എൻഡിലായിരിക്കും. ഈ 2 പൊസിഷനെ ഇതിനുള്ളൂ. ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് എൻഡ് പൊസിഷനിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റ് എൻഡിലാണ് ഈ സ്പൂൾ എന്ന് പറയുന്ന ആ കമ്പോണൻ്റ് നിൽക്കുന്നത്. ആ സമയത്ത് ഈ പി എന്ന് പറയുന്ന പോർട്ടിലൂടെ അകത്തോട്ട് കയറുന്ന ഫ്ലൂയിഡ്, പി എന്ന പോർട്ടിലൂടെയാണല്ലോ ഹൈ പ്രഷർ ഫ്ലൂയിഡ് അകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. അത് എ എന്ന് പറയുന്ന പോർട്ടിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. ആ കണക്ഷൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പി എന്ന് പറയുന്ന പോർട്ടിലൂടെ അകത്തോട്ട് കയറുന്നത്, എ എന്ന് പറയുന്ന പോർട്ടിലൂടെ പുറത്തു പോകുന്നതും കാണാം. അതുപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന പോർട്ടിലൂടെ അകത്തോട്ട് കയറുന്ന ഫ്ലൂയിഡ് ടി എന്ന് പറയുന്ന പോർട്ടിലൂടെ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. കാരണം അവിടെ കണക്ഷനുള്ളൂ. ബി എന്ന് പറയുന്ന പോർട്ടിലൂടെ കയറി ടി എന്ന് പറയുന്ന പോർട്ടിലൂടെ പുറത്തു പോകുന്നുണ്ട്. ഇവിടെ പി എന്ന് പറയുന്ന പോർട്ടിലൂടെ കയറി ഇപ്പുറത്തോട്ട് കണക്ഷൻ പറ്റത്തില്ല. കാരണം ഈ ലോബ് വെച്ച് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
പി കൂടെ കയറുന്നത് ബി എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാനേ ഒക്കത്തില്ല. അതേസമയം പി കൂടെ കയറുന്നത് എയിലൂടെ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. ഇത് ബിയിലൂടെ കയറി ടിയിലൂടെ പുറത്തോട്ട് പോകും. അതാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിയും എയും തമ്മിൽ കണക്ഷനുണ്ട്. ഈ പിയും എയും തമ്മിൽ കണക്ഷനുണ്ട്. അതുപോലെ തന്നെ ബിയും ടിയും തമ്മിൽ കണക്ഷനുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബിയും ടിയും തമ്മിലുള്ള കണക്ഷൻ. ആ കണക്ഷനാണ് നമ്മൾ ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഇവിടെ കിട്ടിയത്. ഇവിടെ നോക്കുക, പിയും എയും ബിയും ടിയും ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പിയും എയും ബിയും ടിയും. അതായത് പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്യേണ്ട സമയത്ത് ആ സമയത്ത് ഈ രണ്ട് പാത്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ പാത്താണ് ഇവിടെ ഇപ്പം ക്രിയേറ്റ് ആവുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ട്രോക്കിന് ഈ സ്പൂൾ എന്ന് പറയുന്ന ഡിവൈസ് ഈ റൈറ്റ് എൻഡിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ റൈറ്റ് എൻഡിലോട്ട് മൂവ് ചെയ്താണ് ഈ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ സമയത്ത് എന്താണെന്ന് നോക്കാം. ഇവിടെ പി എന്ന് പറയുന്ന പോർട്ടുണ്ട്, അതുവഴി അകത്തോട്ട് കയറുന്നത് ബി എന്ന് പറയുന്ന പോർട്ടിലൂടെ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. പി എന്ന് പറയുന്ന അതിൽ കൂടെ കയറുന്ന സാധനം ഫ്ലൂയിഡ് എയിലൂടെ പുറത്തു പോകാനൊക്കത്തില്ല, കാരണം അതിവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പി എന്ന് പറയുന്ന പോർട്ടിലൂടെ കയറി ബി എന്ന് പറയുന്ന പോർട്ടിലൂടെ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. അതേസമയം എയിലൂടെ ഇൻലെറ്റ് അകത്തോട്ട് കയറുന്ന ഫ്ലൂയിഡ് ടി എന്ന് പറയുന്ന പോർട്ടിലൂടെ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. ഇവിടെ നേരെ തിരിച്ചായിരുന്നു, ബിയിലൂടെ കയറുന്നത് ടിയിലോട്ട് പോകുന്ന പോലെ ടിയിലൂടെ പുറത്തു പോകുന്നതായിരുന്നു. ഇവിടേക്ക് എത്തിയപ്പം ഈ സ്പൂള് റൈറ്റ് എൻഡിലോട്ട് മൂവ് ചെയ്ത സമയത്ത് എ എന്ന് പറയുന്ന പോർട്ടിലൂടെ കയറുന്നത് ടി എന്ന് പറയുന്ന പോർട്ടിലൂടെ പുറത്തു പോകുന്നതായി. അതായത് ബിയും പിയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്, പിയും ബിയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ എയും ടിയും കൂടെയാണ് കണക്ഷൻ ഉള്ളത്, എയും ടിയും കൂടെയാണ് കണക്ഷൻ ഉള്ളത്. അതാണ് നമുക്ക് ഇവിടെയും അച്ചീവ് ചെയ്തത്, പിയും ബിയും എയും ടിയും. അതായത് പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ഈ രണ്ട് പാത്തായിരുന്നു വേണ്ടത്. അതാണ് ഇതിവിടെ അച്ചീവ് ചെയ്തത്, ഈ സ്പൂൾ എന്ന് പറയുന്ന ഡിവൈസ് റൈറ്റ് എൻഡിലോട്ട് മൂവ് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ ഈ സ്പൂൾ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചാണ് ഓരോ ഫ്ലോയുടെ പാത്തും ഡിഫൈൻ ചെയ്യുന്നത്. ഈ സ്പൂൾ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചാണ്. ഈ സ്പൂള് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് പാത്തായിരിക്കും അച്ചീവ് ചെയ്യുന്നത്. ഈ സ്പൂൾ എന്ന ഡിവൈസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പം ഈ രണ്ട് പാത്തായിരിക്കും അച്ചീവ് ചെയ്യുന്നത്. ഈ സംഭവം, ഈ സ്പൂൾ എന്ന് പറയുന്ന ഡിവൈസ് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് എഫേർട്ട് ആവശ്യമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നീക്കാനൊക്കത്തില്ല, കുറച്ച് എഫേർട്ട് ആവശ്യമാണ്. ചെറിയ ഡിവൈസൊക്കെ ആണെങ്കിൽ, അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രഷർ, ഈ പിയിലൂടെ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറവാണെങ്കിൽ, അത് വളരെ കുറച്ച് പ്രഷറേ ഉള്ളുവെങ്കിൽ മാനുവലി തന്നെ നമുക്ക് ഈ സ്പൂൾ മൂവ് ചെയ്യാനുള്ള അത്രത്തോളം എഫേർട്ടേ വേണ്ടി. സാധാരണ ഒരു ഓപ്പറേറ്റർക്ക് തന്നെ വേണമെങ്കിൽ ഈ സ്പൂൾ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാം മെക്കാനിസം അറേഞ്ച് ചെയ്ത് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ സ്പൂളിനെ മൂവ് ചെയ്യാം എന്ന് കരുതാം. പക്ഷേ അതേസമയം ഈ വാൾവ്, സ്പൂൾ വാൾവ് വളരെ വലുതാണ് എങ്കിൽ, അതായത് വളരെ ഹൈ പ്രഷറാണ് ഈ പി എന്ന് പറയുന്ന പോർട്ടിലൂടെ അകത്തോട്ട് കയറുന്നത്, വളരെ വലിയ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്പൂള് നീക്കാൻ പറ്റുള്ളൂ എന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അതായത് കൂടുതൽ എഫേർട്ട് വേണ്ട സമയത്ത് നമുക്ക് മാനുവലി ഒരു ഓപ്പറേറ്ററിനെ കൊണ്ട് നീക്കാനൊക്കത്തില്ല ഈ സ്പൂളിനെ. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ക്യാം മെക്കാനിസം ഉപയോഗിച്ച് ഈ സ്പൂളിനെ നീക്കാൻ പറ്റത്തില്ല, കൂടുതൽ എഫേർട്ട് വേണം, കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ ഈ സ്പൂളിനെ നീക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ സ്പൂൾ വാൾവിൻ്റെ ഒരു മോഡിഫൈഡ് ഫോം, ഒരു കുറച്ചും കൂടെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റ് ഓപ്പറേറ്റർ സ്പൂൾ വാൾവാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് സ്പൂൾ വാൾവ് ഉണ്ടെന്ന് പറയാം. ഒന്നിനെ മെയിൻ സ്പൂൾ വാൾവ് എന്നും മറ്റേതിനെ പൈലറ്റ് വാൾവ് എന്നാണ് പറയുന്നത്. ഒന്ന് മെയിൻ സ്പൂൾ വാൾവ് എന്നും മറ്റേത് പൈലറ്റ് വാൾവ് എന്നാണ് പറയുന്നത്. ഇതാണ് ആക്ച്വലായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സ്പൂൾ വാൾവ്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഡിസ്കസ് ചെയ്ത ആ സ്പൂളിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ കാണിക്കുന്ന അതേ സംഭവം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇതിപ്പോൾ റൈറ്റ് എൻഡിലാണ് ഈ സ്പൂൾ നിൽക്കുന്നത്, കാരണം ഈ വശത്തോട്ട് ചേർന്നാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ റൈറ്റ് എൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പിയും ബിയും തമ്മിലാണ് കണക്ഷൻ, അതുപോലെ തന്നെ എയും ടിയും തമ്മിലാണ് കണക്ഷൻ. അപ്പോൾ ഇങ്ങനെ കണക്ഷനാക്കി വെച്ചിരിക്കുകയാണ്. സംഭവം ഈ സ്പൂളിനെ മൂവ് ചെയ്യാനായിട്ട്, ഇതിപ്പോൾ റൈറ്റ് എൻഡ് വന്ന് നിൽക്കുകയാണ്, അതിന് ലെഫ്റ്റ് എൻഡിലോട്ട് മൂവ് ചെയ്യാൻ, അതായത് മൂവ് ചെയ്യണമെങ്കിൽ കൂടുതൽ എഫേർട്ട് വേണം. അങ്ങനെ കൂടുതൽ എഫേർട്ട് വേണ്ടിടത്താണ് ഈ ഒരു രീതി, ഈ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഹൈഡ്രോളിക്കാണ് ഉപയോഗിക്കുന്നത്. ഈ സ്പൂളിനെ മൂവ് ചെയ്യാനായിട്ട് മാനുവലി അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാം മെക്കാനിസം അല്ല യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഹൈഡ്രോളിക് ആയിട്ടുള്ള ഫോഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ആകുമ്പോൾ നമുക്ക് വളരെ ഹൈ ഫോഴ്സ് നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഹൈഡ്രോളിക് യൂസ് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇവിടെ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഈ വഴി എൻ്റർ ചെയ്യും. ആ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ആയിരിക്കും സ്പൂളിനെ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് റൈറ്റ് എൻഡിൽ നിൽക്കുന്നതിനെ പുഷ് ചെയ്ത് ഇപ്പുറത്തെത്തിക്കാൻ സാധിക്കും, ലെഫ്റ്റ് എൻഡിലോട്ടെത്തും. അതേസമയം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ ഈ വഴി ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തോട്ട് ഈ ചേമ്പറിലോട്ട് കയറ്റും. അപ്പോൾ ആ സമയത്ത് ആ ഫ്ലൂയിഡ് അതിനെ പുഷ് ചെയ്ത് ഈ സ്പൂളിനെ റൈറ്റ് എൻഡിലോട്ട് പുഷ് ചെയ്യും. അപ്പോൾ ഹൈഡ്രോളിക് എനർജി ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ സ്പൂളിനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹൈഡ്രോളിക് എനർജി, അതായത് ഓരോ സ്റ്റെപ്പിൽ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് ഹൈ പ്രഷർ ഓയിൽ ഈ വഴി എൻ്റർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ ഏത് സമയത്താണ് ഈ വഴി എൻ്റർ ചെയ്യേണ്ടത്, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു പൈലറ്റ് വാൾവ്, അതായത് ഈ സ്പൂൾ വാൾവിൻ്റെ ഒരു മിനിയേച്ചർ ഫോം, ഒരു ചെറിയൊരു മോഡലായ അല്ലെങ്കിൽ മിനിയേച്ചർ ഫോമായ പൈലറ്റ് വാൾവ് ഉപയോഗിച്ചാണ് ഈ ഹൈഡ്രോളിക് എനർജി, ഹൈ പ്രഷർ ഫ്ലൂയിഡിനെ ഇപ്പുറത്തോട്ട് എത്തിക്കുന്നത്. ഇവിടെയും ഈ പൈലറ്റ് വാൾവ് എന്നറിയപ്പെടുന്നതും ഒരു സ്പൂൾ വാൾവ് തന്നെയാണ്. അതിലും
ഈ സ്പൂളും ഈ ലോബും എല്ലാം ഉണ്ട്. ഓരോ പോർട്ടും ഉണ്ട്. എ എന്നും ബി എന്നും ടി എന്നും ഒക്കെ പോർട്ടുണ്ട്. ഇവിടെ ഇപ്പം ലെഫ്റ്റ് എൻഡിലാണല്ലോ ഇത് ഇവിടെ നിൽക്കുന്നത്, സ്പൂൾ ലെഫ്റ്റ് എൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പിയും എയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ ബിയും ടിയും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇവിടെ തന്നെ ഇപ്പം നോക്കാം. ഈ പൊസിഷനിലാണെങ്കിൽ ഹൈ പ്രഷർ ഫ്ലൂയിഡ് വന്ന് എ എന്ന് പറയുന്ന പോർട്ടിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. ഹൈ പ്രഷർ ഫ്ലൂയിഡ് വന്ന് എ എന്ന് പറയുന്ന പോർട്ടിലൂടെ പുറത്തോട്ട് പോകുന്നത്. അതാണ് ഇതുവഴി വന്ന് ഈ ഇവിടെ പ്രഷർ വന്ന് ഓയിൽ വന്ന് ഇതിനെ പുഷ് ചെയ്ത് ഇപ്പുറത്തെ എൻഡിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ എൻഡിലോട്ട് എത്തിക്കപ്പം ഇവിടെ ഇരിക്കുന്ന ഫ്ലൂയിഡ്, ലോ പ്രഷർ ഫ്ലൂയിഡ് ഈ വഴി കയറി ബി എന്ന് പറയുന്ന ഇതിലൂടെ പോർട്ടിലൂടെ കയറി ടി എന്ന് പറയുന്ന പോർട്ടിലൂടെ ഇറങ്ങി അതങ്ങ് ടാങ്കിലോട്ടങ്ങ് പോകും. അപ്പം ഈ ഒരു സംഭവം ഹൈഡ്രോളിക് എനർജി അതിനുള്ള ഹൈ പ്രഷർ ഫ്ലൂയിഡ് എൻഡിലോട്ടാണോ സെൻഡ് ചെയ്യുന്നത്, അതും ഒരു ചെറിയൊരു പൈലറ്റ് സ്പൂൾ വാൾവ് ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ സ്പൂൾ വാൾവിൻ്റെ സ്പൂള് കൺട്രോൾ ചെയ്യുന്നത് ഒരു സോളിനോയിഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ്. അതായത് ഇലക്ട്രോണിക് ആണെന്ന് പറയാം. ഒരു സോളിനോയിഡ് ഉപയോഗിച്ചാണ് ഈ സ്പൂളിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അത് വേണമെങ്കിൽ മാനുവലി ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇത് സാധാരണ ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് ഈ സ്പൂളിനെ ഒരു സോളിനോയിഡ് ഉപയോഗിച്ചായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ടൈമിൽ എപ്പോഴാണോ അത് സോളിനോയിഡ് ഉപയോഗിച്ച് ഈ സ്പൂളിനെ മൂവ് ചെയ്യും. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും മൂവ് ചെയ്യും. അത് മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഈ എൻഡിലോ അല്ലെങ്കിൽ ഈ എൻഡിലോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ സ്പൂളും അതിനനുസരിച്ച് മൂവ് ചെയ്തോളും. അപ്പോൾ 2 സ്പൂൾ വാൾവ് ഉപയോഗിച്ചായിരിക്കും വളരെ ഹൈ പ്രഷർ ഉള്ള ഹൈ പ്രഷർ വരുന്ന ആപ്ലിക്കേഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് മാനുവലായിട്ട് നമുക്ക് ഈ സ്പൂളിനെ മൂവ് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഒരു പൈലറ്റായിട്ടൊരു സ്പൂൾ വാൾവ് ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ചായിരിക്കും ഈ മെയിൻ സ്പൂളിനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പൈലറ്റ് ഓപ്പറേറ്റഡ് സ്പൂൾ വാൾവ് എന്നാണ് പറയുന്നത്. ഇത് നോർമലായിട്ടുള്ള സ്പൂൾ വാൾവ്, ഇത് പൈലറ്റ് ഓപ്പറേറ്റഡ് സ്പൂൾ വാൾവ്. എക്സാമിന് പൈലറ്റ് ഓപ്പറേറ്റർ സ്പൂൾ വാൾവാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നതെങ്കിൽ ഈ ഫിഗർ വരച്ചായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇത് 10 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതും 10 മാർക്കിനായിരിക്കാം ചോദിക്കുന്നത്. ഇത് സാധാരണ സ്പൂൾ വാൾവിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പോൾ ആ സമയത്ത് 2 ഫിഗർ വരയ്ക്കേണ്ടി വരും. ഇത് കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും വരയ്ക്കാൻ നോക്കുക. അതാ ഈ വാൾവ്, ഈ പോർട്ടിൻ്റെ ഗ്യാപ്പുകളെല്ലാം ഈക്വൽ ആയിരിക്കും, രണ്ടിലും ഈക്വൽ ആയിരിക്കും. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഈക്വലായിട്ട് തോന്നത്തില്ല, പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈക്വലായിട്ട് വരയ്ക്കുക. ഈ സ്പൂളിൻ്റെ പൊസിഷൻ മാത്രം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും വരച്ചൊപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ സ്പൂളൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ എയും ടിയും തമ്മിൽ കണക്ഷൻ വേണം, പിയും ബിയും തമ്മിലൊക്കെ കണക്ഷൻ വേണം. അങ്ങനെ കണക്ഷൻ വരുന്ന രീതിയിൽ നിങ്ങൾ ഈ സ്പൂളിൻ്റെയും ഈ ലോബിൻ്റെയൊക്കെ പൊസിഷൻ കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പൈലറ്റ് ഓപ്പറേറ്റർ സ്പൂൾ വാൾവും ഈ സ്പൂൾ വാൾവും. അപ്പം ഇത് രണ്ടും ഓരോന്നും 10 മാർക്കിന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ച്വലായിട്ടുള്ള ഡയറക്ഷൻ കൺട്രോൾ വാൾവ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ സ്പൂൾ വാൾവ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചെയ്തു വെച്ചതിന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് സ്പൂൾ വാൾവിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ടൈപ്പ് ഓഫ് വാൾവും കൂടെ ഉള്ളൂ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്